അവര് തന്നെ കണ്ടുപിടിച്ച ഒരു 10ാമത്തെ രസം. ഒരു പുതുമുഖത്തിന് വെച്ചിട്ടുള്ള സിനിമ കമ്പാരിറ്റീവ്ലി ഒരുവിധപ്പെട്ട ആളുകളിലേക്ക് ആദ്യത്തെ സിനിമ, അതിന്റെ ഒരു റിസ്ക് ഇല്ലേ ഓശാനയ്ക്ക്? എല്ലാ സിനിമയ്ക്ക് റിസ്ക് ഉണ്ടെന്നേ. നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ആ റിസ്ക് ഒരു പരിധി വരെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറയാം, എത്രയോ പുതിയ ആൾക്കാരുടെ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, എത്രയോ വലിയ ആൾക്കാരുടെ പടങ്ങൾ പാടിപ്പോയിട്ടുണ്ട്. സബ്ജക്റ്റ് നല്ലതാണ്, ആൾക്കാരെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കാലത്ത് അതൊരു വലിയൊരു വിഷയമല്ലാന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇഷ്യൂ അല്ല. ഒരു പുതുമുഖത്തിനെ അല്ലെങ്കിൽ അങ്ങനെ കാണാനൊരു മടിയൊന്നും ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഫിലിമോഗ്രഫിയിൽ ഇത്ര ആളുകളുടെ സിനിമ വേണം, അല്ലെങ്കിൽ ഇന്ന കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യണം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി, എനിക്കൊരു രാധികാപ്തയെ പോലെ ആവണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു നയൻതാരയെ പോലെ ആവണം, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ആർക്കുണ്ടോ? ഇല്ല, അങ്ങനത്തെ ആഗ്രഹമില്ല. നല്ല പടത്തിന്റെ ഭാഗമാകണം എന്ന് എനിക്ക് തൽക്കാലം ആഗ്രഹമുള്ളൂ. നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണം. അല്ലാതെ ഹീറോയിൻ തന്നെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ അതെടുക്കും. അവരോട് തിരിച്ചു വയ്ക്കും, നിനക്ക് ആരെ പോലാണോ എന്ന് ആഗ്രഹം? നയൻതാരേനെ അവരൊക്കെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റും. നിനക്ക് ആരെ പോലാണോ? അല്ല, ആ കൊച്ചിനോടാ പറഞ്ഞത്, അങ്ങോട്ട് എന്നെ അല്ല, ആ മോളോട് തിരിച്ചു വയ്ക്കാനാ പറഞ്ഞത്. കുട്ടി ചോദിച്ചോളും. ധ്യാൻ ശ്രീനിവാസൻ എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ പടത്തില്. അത് ഈ പടത്തിന് പ്രൊമോഷൻ മാത്രമല്ല, അല്ലാതെയും ഈ സിനിമയിലെ മൊത്തത്തിൽ അതിനെ ഒരു എന്റർടൈനിങ് വാച്ചാക്കുന്നവരെ എങ്ങനെ ഉണ്ടാകുന്ന സർവീസ്? എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിന്റെ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഞാൻ ഏകദേശം ഇതിന്റെ കഥയൊക്കെ അറിയാവുന്നിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ ധ്യാൻ ഒരു പരിധി വരെ നമുക്ക് ഈ സിനിമയെ ഉള്ളിൽ കൊണ്ടുപോകാൻ ക്യാരക്ടറാണ്. നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു സിനിമയ്ക്ക് എനിക്ക് വിശ്വാസം. ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂകളൊക്കെ കാണാറുണ്ട്? പിന്നെ ഈശ്വര, അതേ കാണാറില്ലോ ഒരു കാലത്ത്. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. അദ്ദേഹത്തിന് പോലെ തുറന്ന് സംസാരിക്കുന്ന ഒരാളുണ്ടാവുക, അത് സത്യം പറഞ്ഞ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ റയറാണ്. അതായത് ഒരു ഒളിയും അറിയില്ല, അതായത് പരാജയപ്പെട്ട സിനിമകൾ പരാജയപ്പെട്ടാണെന്നും അല്ലെങ്കിൽ ഇത് വിജയിച്ച് തിന്നെ കാരണം കൊണ്ടാണെന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാം. അങ്ങനെ ആയിട്ടിരിക്കാന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ആയിട്ടല്ലേ ഫീൽ ചെയ്തിട്ടുള്ളത്? അതെ, തീർച്ചയായും. ചിത്ര ഈ സൂസു വലിയ പ്രതീക്ഷയോട് കൂടി ചെയ്തിട്ടുള്ള സിനിമയാണ്, പക്ഷെ അതിന്റെ ഒരു വലിയൊരു വാണിജ്യ വിജയം അത് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ സിനിമ ചൂസ് ചെയ്യുന്നതില്ലെന്നോ? ചൂസ് ചെയ്യുന്നില്ല വെച്ചാൽ എനിക്ക് ചൂസ് ചെയ്യാൻ മാത്രം ഒരു ഓപ്ഷനും വരുന്നില്ല. എന്നല്ലേ ചൂസ് ചെയ്യാൻ പറ്റൂ. ഇയാൾ പറഞ്ഞതുപോലെ നല്ലൊരു ക്യാരക്ടർ വന്നാൽ അത് സിനിമേൻ്റെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഈ നായിക വില്ല ക്യാരക്ടർ അങ്ങനെയല്ല ചെയ്യാൻ ഒരു എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം സൂസു എന്ന് പറയുന്ന സിനിമയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പണിങ്. അതിൽ എത്തിപ്പെടുമ്പോൾ തന്നെ പിന്നെ എന്താ പറയുക, ആ സിനിമ ഈ പറഞ്ഞ പോലെ ഭയങ്കര എല്ലാവരും പറഞ്ഞ് സിനിമയിൽ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന പരിചയം ഇതിൽ ഇറങ്ങി ചെന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം ഡെപ്ത് ഉണ്ടോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയും മൂക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്, നല്ല വർക്ക്, എല്ലാം ഓക്കെ ആയിരുന്നു, എന്തുകൊണ്ടോ അത് പാടി. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. കാരണം ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ അത് എന്നെപ്പോലെയുള്ള ഒരാളെ വെച്ച് ചെയ്യുന്നത് തന്നെ, ഞാൻ പറഞ്ഞു രതീഷേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെയാണോന്നെല്ലാം ചോദിച്ച് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. 110 ദിവസത്തെ ഷൂട്ട് എല്ലാ ദിവസവും ടെൻഷനിൽ തന്നെയാണ്. തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരുന്നില്ല, ടെൻഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടുണ്ടായത്. അത് ഷൂട്ടൊക്കെ നല്ല വൃത്തി കംപ്ലീറ്റ് ആയി, പക്ഷേ ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നുള്ളതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു റിപ്ലൈ ഇതുപോലുള്ളത് വന്നപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നു. കരഞ്ഞ് എന്താ പറയുക, അല്ല എന്താ ഒരു പച്ച മനുഷ്യൻ തന്നെയല്ലേ, നമുക്ക് സങ്കടം ഉണ്ടാവുമല്ലോ. അതങ്ങനെ നിന്ന് അപ്പം ഇനി നല്ലത് വരാനുള്ള, കാരണം അതിന് മുമ്പേ പ്രതീക്ഷിക്കാതെ നതാൻ കേസുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എന്താ പറയുക സുബ്രത ടീച്ചർ എല്ലാവരും നന്നായി എന്ന് പറഞ്ഞത്. ഇതും ബാക്കിയൊന്നും പറഞ്ഞ ആൾക്കാർക്ക് സാധാരണക്കാരാണല്ലോ സിനിമ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവർക്കും ചെറിയൊരു കൺവേ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം. അങ്ങനെയല്ല, ബാക്കി നല്ലൊരു മേക്കിങ്ങിൻ്റെ, നല്ലൊരു യൂണിറ്റിൻ്റെ, നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഇപ്പോഴും സന്തോഷം തന്നെയല്ലേ. പിന്നെ ഇയാൾ എന്താ ചോദിച്ചത് മറന്നുപോയി. ഞാൻ എൻ്റെ തീർച്ചയായും സങ്കടമുണ്ട്. പിന്നെ സക്സസ് ആവുമെന്ന് ചോദിച്ചു. കാരണം അത്രയും എല്ലാവരും എടുത്ത എഫേർട്ടെല്ലാം നേരിട്ട് കാണുന്നുണ്ട്. ആർട്ടിനെല്ലാം ഒരുപാട് പ്രാധാന്യം. 3 കാലഘട്ടം, പിന്നെ മേക്കപ്പ് ആണെങ്കിലും കൂടെ അഭിനയിച്ചവരാണെങ്കിലും എന്നാത്താൻ കേസുകൊണ്ടുള്ള പോലെ തന്നെ പുതിയ ഒരുപാട് ആർട്ടിസ്റ്റ് അറിയപ്പെടാനുണ്ടായിരുന്നു. അവരൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് അവരെ അറിയപ്പെടാൻ
പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടില്ല സിനിമ. അതുകൊണ്ട് അങ്ങനത്തെ സങ്കടമുണ്ട്. കാരണം എല്ലാവരും ഭയങ്കര ആഘോഷം പോലെ ആ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ സങ്കടം. അല്ല, ആരും അങ്ങനെ പ്രത്യേകിച്ച് പറയുകയോ അല്ല, അത് ഈ സിനിമേന്റെ ഒരു രീതി തന്നെയാണല്ലോ. ഇങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ചിലത് അല്ലേ ശരിയോ, ഞാനത് അങ്ങനെ തമാശക്ക് അങ്ങനെയല്ല. സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തത് സക്സസ് ആവും. ഇത് നല്ല പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു, അത് പളിച്ചു പറ്റി. പിന്നെ എനിക്ക് ഇത് സിനിമയെ പറ്റി വലിയ രീതിയിൽ പറയാൻ ഒരു സമയത്ത് വരെ ഈ പെൺകുട്ടികൾ സിനിമയുടെ അതിഭീകരമായ ഒരു ഗ്ലാമർ വശങ്ങളൊക്കെ കണ്ട് ആഗ്രഹിച്ചൊക്കെ വരുന്ന ഒരുപാട്. പക്ഷെ ഇന്നത്തെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരവരുടെ കഴിവ് പ്രതിഫലിപ്പിക്കുക, അവരുടെ കഴിവ് അറിയിക്കുക. അല്ലാതെ സിനിമയിൽ വന്നിട്ട് ഞാനൊരു ഭയങ്കര അല്ലെ നേരത്തെ നയൻതാരയെ പോലെ ആവും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള ചിന്തകളോ സ്വപ്നങ്ങളോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികളിൽ ഞാൻ കാണാറില്ല. അവരുടേതായ സ്പേസ് ഉണ്ടാക്കുക, സിനിമയിൽ വരിക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇന്ന് വരുന്ന എല്ലാ മിക്കവാറും ഉള്ള കുട്ടികളല്ല. ഈ ഒരുപാട് വലിയ വിജയങ്ങളുണ്ടാക്കി മറ്റുള്ള സിനിമയിലൊക്കെ ബോബൻ സാമുവൽ പോലീസുകാരനാണ്. പോലീസിന്റെ ഒരു ശരീരഭാഷയും മുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതും ഏത് സംവിധായകനാണ് ആദ്യം? എങ്ങനെയാണ് ആ നിര അഞ്ചാം പാതിരയിലാണ് പിന്നെ മിഥുനാണ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ. യൂണിഫോം ഒന്നും ഇല്ലാത്തൊരു പോലീസുകാരാണ്. അപ്പം പൊതുവെ യൂണിഫോം ഒന്നും ഇല്ലാത്തൊരു പോലീസുകാരനെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതകൾ നമ്മൾ മറ്റേത് യൂണിഫോം ഇടുന്നതുകൊണ്ട് ഒരു 85% അതിലും കവറായി. യൂണിഫോം ഇല്ലാതൊരു പോലീസുകാരനാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് നോക്കിയിരുന്നു. അത് എനിക്ക് ഒരു പരിധിവരെ അതിനകത്ത് വർക്കൗട്ടായെന്ന് തോന്നുന്നു. ഈ ആക്ടർ എന്നുള്ളത് അങ്ങനെ വന്നു ചോദിച്ചതാണ്. ആക്ച്വലി ഞാൻ ഈ ഡയറക്ഷന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ചില്ലറ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നു വർഷങ്ങളായിട്ട്. റൈറ്റ് ഫ്രം സീരിയൽ അല്ല, ആക്ച്വലി ഞാൻ സീരിയലിൽ നിന്നല്ല പറഞ്ഞത്, ഞാൻ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. ഞാൻ ആക്ച്വലി ഞാൻ തുടക്കം തന്നെ ഞാൻ ഇവിടെ മലയാളത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അസോസിയേഷൻ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിജിതമ്മീൻ്റെ കൂടെയും ഒക്കെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കൊരു ഇൻകം കൂടെ ആവശ്യമുണ്ട്. സിനിമയിൽ പിടിച്ചിരുന്നാൽ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ അതിന് വേറെ ഒരു വഴി എന്ന് പറയുന്നത് നേരെ സീരിയലിലേക്ക് പോകണം. അന്ന് ദൂരദർശന്റെ സീരിയലൊക്കെ ഉള്ളത് കാശ്. അപ്പൊ ആ കാശ് കറക്റ്റ് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ തന്നെ അങ്ങ് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അങ്ങനെ പിന്നെ സീരിയലിൽ പിന്നെ കുറെ കാലം കേൾക്കലായിട്ട് കൂടെ ആ കാലത്തെ സൂപ്പർ ഹിറ്റ് സീരിയലുകൾ പറയുന്നു, ഡയറക്ടറൊക്കെ പിന്നെ തിരിച്ച് സിനിമയിലേക്ക് തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചൊരു വൈസ് വേഴ്സ ട്രാൻസ്ഫോർമേഷൻ കാണാറില്ല. ഇപ്പൊ സിദ്ദിഖ് ലാൽ അല്ലെങ്കിൽ ജോണി ആന്റണി, കുറെ പേർക്ക് ശ്രീനാഥ് സാറൊക്കെ ശാരീരികമായ ആവശ്യകതകൾ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹവും സിനിമകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നടൻ കുറെ കൂടി ശ്രദ്ധിക്കപ്പെടാൻ കുറെ പേർ കുറെ ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആയതിനു ശേഷം പിന്നെ അങ്ങോട്ട് തിരിച്ചു ഒരു പോക്ക് കാണുന്നില്ല. ഇത് ഈ സാമ്പത്തിക സുരക്ഷിതത്വം തരുന്ന ഒരു സുഖം അത് തന്നെയാണോ കാര്യം? സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമല്ല, ഞാൻ പറയാം, ഒരു പരിധി കൂടുതൽ തിരക്കായി കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാനുള്ള ഒരു സമയമോ ഒന്നും മാനസികാവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ നമ്മൾ ജോണി ആന്റണിയെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു. ഞാൻ എന്റെ അടുത്ത് ഇരിക്കുമ്പോ ആരോ ഇതുപോലെ ചോദിച്ചിരുന്നു, പടം ചെയ്യാനോ നീ പോടാ എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ അടുത്ത മാസം ഒരു 4 പടം ഉണ്ടെങ്കിൽ ഇതിനിടയിൽ എപ്പോഴും ആ ഒരു സിനിമ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസി ആക്ടർ ആവുമ്പോൾ തീർച്ചയായിട്ടും ഡയറക്ഷനിലേക്ക് വരാൻ ഇച്ചിരി പാടാണ്. ഈ ഇപ്പൊ നമ്മള് ഒരുപാട് കണ്ടു ചിരിച്ചിട്ടുള്ള റോമൻസിലെ പറയുന്നുണ്ട്, അതിനെ അതുപോലെ തന്നെ ഇപ്പോഴും അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തമാശയുടെ അർത്ഥശുദ്ധി, അതൊക്കെ ഒന്ന് പ്രാധാന്യമുള്ള നമ്മളിപ്പോ ഞാൻ പറയാം, ഇന്നലെ നടന്ന ഒരു ഇൻസിഡന്റിനെ നമ്മൾ ഇന്ന് ഹ്യൂമറായിട്ട് അവതരിപ്പിച്ച ആൾക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. അതേസമയം നമ്മളൊരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു രാഷ്ട്രീയപരമായ ഒരു ഇൻസിഡന്റിനെ നമ്മളെ ഹ്യൂമറിൽ അവതരിപ്പിച്ച ജനത്തിന് അത്ര അങ്ങോട്ട് കണക്ട് ആവും.